ഇന്ന് റൂമിയുടെ ഒരു കഥ ഞാൻ പറയാം. റൂമിയുടെ കഥ. ഒരിക്കൽ ഒരാൾ തന്റെ വഞ്ചിയിൽ ഒരു പണ്ഡിതനെ അക്കരെ കടത്തുകയായിരുന്നു. പണ്ഡിതനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ വഞ്ചിക്കാരന് ഒരു വ്യാകരണ തെറ്റുപറ്റി. നിങ്ങൾ വ്യാകരണം പഠിച്ചിട്ടില്ല അല്ലേ? ഉടൻ പണ്ഡിതൻ ചോദിച്ചു. വഞ്ചിക്കാരൻ പറഞ്ഞു, ഇല്ല, ഈ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പഠിക്കാനൊന്നും പറ്റിയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും അർത്ഥമില്ലാതായിരിക്കുന്നു. പണ്ഡിതൻ അല്പം കോപത്തോടെ വഞ്ചിക്കാരനോട് പറഞ്ഞു. അയാളൊരു നാർസിസ്റ്റ് ആണെന്ന് തോന്നുന്നു. നാർസിസ്റ്റ് സ്കോളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ അവർ യാത്ര തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ വഞ്ചി ഒന്ന് ഉലയാൻ തുടങ്ങി. വഞ്ചിക്കാരൻ പണ്ഡിതനോട്, നീന്താൻ അറിയുമോ പണ്ഡിതന് എന്ന് ചോദിച്ചു. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു, ഇല്ല, നീന്താൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും അർത്ഥമില്ലാതായിരിക്കുന്നു. നമ്മൾ മുങ്ങുകയാണ് എന്ന് വഞ്ചിക്കാരൻ പറഞ്ഞു. അങ്ങനെ നീന്താൻ അറിയാവുന്ന വഞ്ചിക്കാരൻ പണ്ഡിതനെ രക്ഷപ്പെടുത്തി എന്നാണ് കഥ. നമ്മുടെ അറിവുകളിൽ എത്ര അഹങ്കരിച്ചിട്ടും ഒരു കാര്യവുമില്ല. നമ്മളുടെ പദവികളിൽ എത്ര അഹങ്കരിച്ചിട്ടും ഒരു കാര്യവുമില്ല. പ്രായോഗികമായ അറിവുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വലിയ പണ്ഡിതനായിരിക്കും, പക്ഷേ ഒരു ബൾബ് മാറ്റിയിടാൻ കഴിയില്ല, ഒരു ഫ്യൂസ് കെട്ടാൻ അറിയില്ല, നിങ്ങളുടെ ബാത്റൂമിൽ വെള്ളം ലീക്കായാൽ എന്ത് ചെയ്യണമെന്നറിയില്ല, നിങ്ങളുടെ ഇരിക്കുന്ന കസേരയുടെ ബോൾട്ട് നിളകിപ്പോയാൽ അതെങ്ങനെ മുറുക്കണമെന്നറിയില്ല. ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രായോഗികമായ അറിവ് നേടിയ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ നിങ്ങൾ പുച്ഛിക്കരുത്. അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ ആൾക്കാരാണെന്നേ. എല്ലാ അറിവും എല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കപ്പെട്ടെന്നും വരില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, എളിമയുള്ളവരായിരിക്കുക. നിങ്ങൾ എത്രമേൽ അറിവുള്ളവരാണെങ്കിലും നിങ്ങൾക്കറിവില്ലാത്തതായി ലോകത്തൊരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെക്കാൾ അക്കാര്യങ്ങളിൽ അറിവുള്ള മനുഷ്യരും നിങ്ങളുടെ ചുറ്റും